السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين. وصلى الله وسلم على خير خلقه ورسله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ കുടുംബ സംഗമത്തിന് ആദ്യമായി എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. കുടുംബ സംഗമമാണെങ്കിലും കുടുംബേതരമായിരിക്കുന്ന പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പ്രോഗ്രാം നോട്ടീസിലൂടെ മനസ്സിലാകുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ സമകാലിക വായനയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ഈ ഒരു സംഗമത്തിൽ സംസാരിക്കണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കുടുംബ സംഗമമായതുകൊണ്ട് അതിലേക്ക് ചേർത്ത് വെച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നു. സൂറത്തുർ റഅദിൽ നിന്നുള്ള ഒരു സൂക്തമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ഭൂമിയിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഉൾക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കുകയും അവൻ അനുസരിക്കുകയും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും അങ്ങനെ ആദർശാധിഷ്ഠിതമായ പ്രമാണബദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയും അയാളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പരലോകത്തിൽ ശാശ്വതമായ സ്വർഗലോകത്ത് എത്തിച്ചേരുവാൻ സാധിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അർളുഹ സമാവാതു വൽ അർദ്. ഈ മഹാപ്രപഞ്ചമഖിലവും ഒരുമിച്ച് ഉൾക്കൊള്ളുവാൻ മാത്രം വ്യാപ്തിയുള്ള വിശാലതയുള്ള ഒരു മഹാ സംവിധാനമാണ്, സംരംഭമാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. അതിൻ്റെ വിശാലതയെപ്പോലെ തന്നെ അതിൽ അനുഗ്രഹങ്ങൾ, അതിൽ അനുഭൂതികൾ വിവരണാതീതവും അനിർവചനീയവും തീർത്തും നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്ത് നമ്മെ അമ്പരപ്പിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് ഒരു വിശ്വാസി എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ എത്തിപ്പെടേണ്ടത്. അതാണ് ലക്ഷ്യം. ഒറ്റയ്ക്കല്ല നമ്മൾ അങ്ങോട്ട് പോകുന്നതും അല്ലെങ്കിൽ പോകേണ്ടതും. ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ മിത്രങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ്. ഒരു ശരാശരി നല്ല മനുഷ്യൻ്റെ സംതൃപ്തമായ ജീവിതം. പരലോകത്ത് വരുമ്പോഴും തീർച്ചയായും അങ്ങനെയുള്ള ഒരു സംതൃപ്തമായ ജീവിതം ലഭിക്കണമെന്നാണ് ആഗ്രഹം. വിശ്വാസികൾക്കത് ലഭിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അവിടെ പ്രവേശിക്കുന്ന മനുഷ്യരുടെ കൂടെ
നല്ലവരായ അവരുടെ മാതാപിതാക്കളും നല്ലവരായ ഇണകളും നല്ലവരായ സന്തതികളുമൊക്കെ കൂടെയുണ്ടെന്നും സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളുടെയും കടന്നു വന്ന മലക്കുകൾ അവർക്ക് സമാധാനം നേരുമെന്നും അള്ളാഹു തന്നെ നേരിട്ടെത്തി അവരോട് സമാധാനത്തിൻ്റെ സന്ദേശം നൽകുമെന്നുമൊക്കെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സ്വർഗീയ അനുഭൂതികളെക്കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ പലപ്പോഴും പരിമിതപ്പെട്ടു പോകാറുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോയിക്കൂടാ. ഇപ്പം മുത്തക്കിഈന അലൽ അറായിക്ക് എന്ന ഒരു പ്രയോഗം, നമ്മളതിന് സോഫകളിൽ ചാരിയിരിക്കുന്നവർ എന്നാണ് പറയുക. കട്ടിലുകൾ എന്ന അർത്ഥത്തിലും ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 50 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ, അയാളോട് കട്ടില് എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കട്ടിലുകളല്ല അവരെന്ന് ഉപയോഗിച്ചിരുന്നത്. 4 കാലുകളുണ്ടെങ്കിലും പലകകൾ പോലും അടുപ്പിച്ചു വെക്കാതെ വിടവോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന പഴയ കട്ടിലുകൾ. അന്നത്തെ ദാരിദ്ര്യമാണ് അതിൽ ഒരു വശം. സ്വർഗത്തിലും കട്ടിലുണ്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അന്ന് ആ കട്ടിലാണ് മനസ്സിൽ വരിക. നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോൾ വീതിയും വിസ്തൃതിയും വിശാലതയും ഒക്കെയുള്ള കുറെ കൂടി തലയെടുപ്പുള്ള, നമ്മുടെ ഔന്നത്യവും പ്രതാപവും കാണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കട്ടിലുകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആ കട്ടിലുകളാണ് വരിക. ഇനി ചാരിയിരിക്കുന്ന ഇരിപ്പിടങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളും കാലങ്ങൾ കൊണ്ട് ഒരുപാട് മാറി വന്നിട്ടുണ്ട്. പഴയ കാലത്ത് ആലോചിക്കുന്നല്ല ഇക്കാലത്ത് ആലോചിക്കുക. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ സ്വർഗത്തിലണയുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും, ഓരോ അനുഭവങ്ങളും അനുഭൂതികളും നമ്മുടെ ഈ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്താണ് വായിച്ചെടുക്കാൻ സാധിക്കേണ്ടത്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിലെ 65-ാമത്തെ വാക്യം, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ എന്ന് പറയുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെ സംസാരശേഷി താൽക്കാലികമായെങ്കിലും എടുത്തു കളയുകയും നമ്മുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്നും ഇന്നലെയുമായി ഈ തിരൂരിന്റെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം പൊരുത്തം എന്ന പേരിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വലിയൊരു വിഭാഗം ആളുകൾ നമ്മളെപ്പോലെ നാവും ചുണ്ടുകളും ഉപയോഗിച്ച് വായ കൊണ്ട് സംസാരിക്കുന്നവരല്ല. പക്ഷെ അവർ സംസാരിക്കുന്നേ ഇല്ലെന്ന് പറയാനാകുമോ? അവർ അവരുടെ കൈകൾ കൊണ്ട് മനോഹരമായി സംസാരിക്കുന്നുണ്ട്. സൈൻ ലാംഗ്വേജ് എന്ന പുതിയൊരു ഭാഷ, പുതിയതല്ല, പുതിയ പേരിലൊരു ഭാഷ നാം പരിചയപ്പെട്ടു വരികയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അന്നത്തെ ഒരു സാഹചര്യത്തെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആലോചിക്കുവാനും പഠിക്കുവാനും ഉപമയാക്കുവാനും സാധിക്കാവുന്ന ജീവിത രീതികൾ നമ്മുടെ മുമ്പിൽ അവൻ തുറന്നു വെക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ അങ്ങനെയുള്ള ആളുകളെങ്കിലും വായ കൊണ്ട് സംസാരിക്കുന്നില്ല, പക്ഷെ കൈകൾ കൊണ്ട് മനോഹരമായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൈകൾ സംസാരിക്കുമെന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെയാകുമോ അറിയില്ല. ആ സംസാരത്തിന് ശബ്ദമുണ്ടാകുമോ, അത് നിശബ്ദമാകുമോ, ആംഗ്യഭാഷയായിരിക്കുമോ അറിയില്ല. പക്ഷെ എന്നാലും നമ്മെ ബോധ്യപ്പെടുത്താവുന്ന ചില തെളിവുകൾ, ഉദാഹരണങ്ങൾ എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിടെയുള്ള വിചാരണയും അവിടുത്തെ വിധി തീർപ്പുമൊക്കെ അവസാനിക്കുമ്പോൾ തീർച്ചയായും സൗഭാഗ്യവാന്മാരായിരിക്കുന്ന ആളുകൾക്ക് എത്തിച്ചേരേണ്ടത് സ്വർഗലോകത്താണ്. ആ സ്വർഗലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ, ഞാൻ ഒരു ചെറിയ വിഷയം മാത്രമേ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്വർഗത്തിന് നമ്മൾ വരുന്നത് ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞുവല്ലോ. അള്ളാഹു തന്നെ പറയുന്നത് വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, യഥാർത്ഥത്തിൽ സത്യവിശ്വാസം ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ
കൃത്യമായി ബോധ്യപ്പെട്ട് അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി സത്യവിശ്വാസം അംഗീകരിക്കുന്ന വഅമലു സ്വാലിഹാത്ത്, കേടുപാടുകളില്ലാത്ത മാതൃകായോഗ്യമായ എല്ലാ നന്മകളും ചേർന്ന് നിൽക്കുന്ന അമലുകൾ, കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്, ഈമാനും അമലു സ്വാലിഹാത്തും. അവർ സനുദ്ഖിലുഹും ജന്നാത്ത്, സ്വർഗ്ഗലോകത്ത് അവർ പ്രവേശിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ സ്വർഗത്തിലെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനൊന്നും വിശദീകരിക്കാൻ നമുക്ക് ഇന്നും സാധിക്കില്ല. ഖാലിദീന ഫിഹാ, അവരവിടെ ശാശ്വതരാണ്. അബദ, എന്നേക്കുമായി. ഇനി ഒരു തിരിച്ചുപോക്ക് അവരാഗ്രഹിക്കുന്നില്ല. ലാ യബ്ഗൂന അൻഹാ ഹിബല എന്നാണ് മറ്റൊരു ഖുർആൻ പറഞ്ഞത്. ഇവിടുന്ന് ഒരു മാറി ചിന്തിക്കാൻ, ഒരു മാറ്റം, പുതിയ മറ്റൊന്ന് അങ്ങനെ ആലോചിക്കേണ്ട ഒരാവശ്യം പോലും വരുന്നില്ല. കാരണം എത്രയും സുന്ദരമായ, ആനന്ദകരമായിരിക്കുന്ന, രുചികരമായിരിക്കുന്ന അനുഭവങ്ങളെ അവിടെ നിന്നങ്ങോട്ട് ഒരിക്കൽ പോലും, ഒരു നേരം പോലും മടുപ്പില്ലാതെ അനശ്വരമായി, അനന്തമായി അനുഭവിക്കാൻ സാധിക്കുന്ന സ്വർഗീയ ലോകം. അവിടെ എല്ലാം ശാശ്വതമാണ്. നമ്മളും അവിടെ ശാശ്വതരാണ്. ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചു, ലഹും ഫീഹാ അസ്വാജുൻ മുത്തഹറ വനുദ്ഖിലുഹും ദില്ലൻ ദലീല. അവിടെ അവർക്ക് പരിശുദ്ധരായ ഇണകളുണ്ട്. പരിശുദ്ധരായ ഇണകളുണ്ട് എന്നാണ് ഖുർആൻ എടുത്ത് പറഞ്ഞത്. അസ്വാജ് എന്ന പദത്തിന് ഇണ, തുണ എന്നൊക്കെ തന്നെയാണ് നമുക്ക് അർത്ഥം പറയാവുന്നത്. സൗജിന്റെ ബഹുവചനമാണല്ലോ. എന്നാൽ നമ്മുടെ മലയാള പരിഭാഷയിൽ പോലും, ഖുർആനിന്റെ മലയാള പരിഭാഷകളിൽ പലയിടത്തും സൗജിനെ വേർതിരിച്ചു പറഞ്ഞത് കാണാൻ പറ്റും. ഖുർആൻ അത് പറഞ്ഞു എന്നല്ല, പരിഭാഷകളിൽ കാണാൻ പറ്റും. വല്ലദീന ഖാലൂ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ എന്ന ആയത്തിന് മലയാളത്തിൽ വന്നിട്ടുള്ള ഒരർത്ഥം, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെയും മക്കളിലൂടെയും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്നാണ്. സ്വാഭാവികമായും ആലോചിക്കുന്ന നമുക്കറിയാം, അതാണ് അതിന്റെ അർത്ഥമെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പകുതി ആളുകൾക്ക് അങ്ങനെ പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയില്ല. കാരണം അവർക്കാർക്കും ഭാര്യമാരില്ല. അപ്പോ ശരിക്കും ഇണകൾ എന്ന് തന്നെ അർത്ഥം പറയാവുന്ന അവിടെ ഭാര്യമാർ എന്ന് പറഞ്ഞു വെച്ചത് ഒരു പക്ഷേ ഒരു നോട്ടപ്പശകാവാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹദറുഹും. സൂറത്തുൽ തഗാബുനിലെ മറ്റൊരായത്താണ്. വിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ ആൺകുട്ടികളിലും നിങ്ങളുടെ കുട്ടികളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവരെ കരുതിയിരിക്കണം എന്നാണ് മലയാളത്തിൽ കൊടുത്ത മറ്റൊരർത്ഥം. നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും. യഥാർത്ഥത്തിൽ ഭാഷയാണ് പരിഗണിച്ചത് എങ്കിൽ, ഭാഷാപരമായിട്ടാണ് അർത്ഥം പറഞ്ഞത് എങ്കിൽ, തീർച്ചയായും അവിടെ പറയേണ്ടിയിരുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരിലും നിങ്ങളുടെ ആൺകുട്ടികളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവരെ കരുതിയിരിക്കണം. അതുകൊണ്ട് സ്ത്രീകളൊക്കെ വൈകുന്നേരമാകുമ്പോ നല്ലൊരു കടാരിയോ വെട്ടുകത്തിയോ ഒക്കെ കയ്യിലെടുത്ത് കാത്തിരിക്കണം. കാരണം ഈ വരുന്ന സീസൺ എന്താണെന്നറിയാം. ഞാൻ സൂചിപ്പിച്ചത് ഭാഷക്കപ്പുറത്ത് സൗജി എന്ന പദം ഒരു കോമൺ പദമാണ്. അത് നേർക്കുനേരെ പറയാവുന്ന അർത്ഥവും ഇണ, തുണ എന്നൊക്കെ തന്നെയാണ്. മലയാള ഭാഷ ജനിച്ചിട്ട് 1.5 നൂറ്റാണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ 1.5 സഹസ്രാബ്ദത്തിലധികമായി നാം, അല്ലെങ്കിൽ അത്രയെങ്കിലും കാലമായി നാം വായിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ഭാഷ അറബിയാണ്. ആ അറബി ഭാഷയിലുള്ള പദാവലികളെ ഈ പരിമിതമായ കാലഘട്ടത്തിൽ മാത്രം കടന്നു വന്നിരിക്കുന്ന ഭാഷകളിലേക്ക് നമ്മൾ സങ്കുചിതപ്പെടുത്താൻ, പരിമിതപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും മലയാളത്തിന്റെ സൃഷ്ടിയാണ്. അറബി ഭാഷയിൽ ഭാര്യയും ഭർത്താവുമില്ല, ഇണയും തുണയും മാത്രമേ ഉള്ളൂ. എങ്കിൽ കൃത്യമായി പറയാമായിരുന്നു, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവരെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കരുതിയിരിക്കണം എന്നല്ല, അവരൊക്കെ നിങ്ങളുടെ ശത്രുക്കളാവാതിരിക്കാൻ നിങ്ങൾ കരുതിയിരിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലയോ മനുഷ്യന്മാരെ, വിശ്വാസികളെ, നിങ്ങൾ നന്നാവണം. നിങ്ങൾ നന്നായാൽ നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ മക്കളും നന്നാവും. അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറില്ല. അപ്പോ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് സൂചിപ്പിച്ചത്. അത്രേ ഉള്ളൂ.
ഇങ്ങനെയുള്ള ആയത്തുകൾക്കൊക്കെ അർത്ഥം പറഞ്ഞപ്പോൾ സംഭവിച്ച സ്വാഭാവികമായിരിക്കുന്ന നോട്ടപ്പിശകുകൾ, അനുബന്ധമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ വന്നു. ഞാനിവിടെ സൂചിപ്പിച്ചത് ലഹും ഫീഹ അസ്വാജും മുത്തഹറ, അവർക്ക് സ്വർഗ്ഗലോകത്ത് പരിശുദ്ധരായ യാതൊരു തരത്തിലുള്ള, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു നോട്ടം കൊണ്ടോ ഒരു ദർശനം കൊണ്ടോ ഒരു സ്പർശനം കൊണ്ടോ കളങ്കപ്പെട്ടിട്ടില്ലാത്ത ഇണകളുണ്ട്. അങ്ങനെ ഒരു ദർശനം കൊണ്ടോ സ്പർശനം കൊണ്ടോ കളങ്കപ്പെട്ടിട്ടില്ലാത്ത ഇണകളുണ്ട് എന്ന് പറയാൻ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫീഹിന്ന ഖാസിറാത്തു തർഫ് ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ആ ആയത്തൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. മറ്റു ചില വിഷയങ്ങൾക്ക് വേണ്ടിയാണെന്ന് മാത്രം. അവിടെ ഖാസിറാത്തു തർഫ് എന്ന് പറയുമ്പോൾ ദൃഷ്ടികൾ നിയന്ത്രിക്കപ്പെട്ട തരുണികൾ എന്നാണ് മലയാള ഭാഷയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ ബാക്കി കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മൊത്തം ചേർത്ത് വായിച്ചാൽ ഉത്തരം കിട്ടും. അവരെ ജിന്നുകളോ മനുഷ്യരോ സ്പർശിച്ചിട്ടില്ല. സ്പർശനത്തിന്റെ കൂടെ വരാവുന്നൊരു സംഗതി ദർശനമാണെന്ന് എല്ലാവർക്കും അറിയാം. സ്പർശനത്തിലേക്ക് ചേർത്ത് പറയാവുന്ന സംഗതിയും ദർശനമാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും വലിയ പ്രസക്തിയും പങ്കുമുണ്ട്, ദർശനങ്ങൾക്കും സ്പർശനങ്ങൾക്കും. എങ്കിൽ ഖാസിറാത്തു തർഫ് എന്ന് പറഞ്ഞാൽ ദൃഷ്ടി നിയന്ത്രിക്കപ്പെട്ടവരെന്നൊക്കെ പറയാം. അതിനൊന്നുകൂടി മലയാളീകരിച്ചാൽ ഒരു നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെട്ടില്ലാത്തവർ. തൊർഫ് എന്ന പദത്തിന്റെ വിവക്ഷ മാന്യന്മാരെന്നാണ്, അത്രാഫ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഒരു നോട്ടത്തിൽ പോലും മാന്യത പാലിക്കുന്നവർ, അതാണ് സൂചിപ്പിച്ചത്. അപ്പോ മറ്റൊരാൾ നോക്കിയിട്ടോ മറ്റൊരാൾ ഒന്ന് തൊട്ടിട്ടോ കളങ്കപ്പെട്ടിട്ടില്ലാത്ത അത്രയും പരിശുദ്ധരാണ് സ്വർഗ്ഗലോകത്തെ ഇണകൾ എന്ന് ഖുർആൻ പറഞ്ഞു. നമ്മളതിനെന്ത് ചെയ്തു? അത് സ്ത്രീ കേന്ദ്രീകൃതമായി മാത്രം അർത്ഥവും ആശയവും പറഞ്ഞു വെച്ചു. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ എന്നും ചോദിക്കുന്നു, സ്വർഗത്തിൽ ഞങ്ങൾ പോകാം, അവിടെ ഞങ്ങൾക്കാരുള്ളത്. എല്ലായിടത്തോളം ആൾക്കാരൊക്കെ ആണുങ്ങൾക്കുള്ളവരാണ്. കാരണം ഖാസിറാത്തു തർഫ് എന്ന് പറഞ്ഞാൽ ദൃഷ്ടി നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന തരുണികൾ എന്നാണ് അർത്ഥം കൊടുത്തത്. ഇപ്പൊ തരുണികളെ ഉള്ളുവെങ്കിൽ തരുണന്മാർ എവിടെ? അതൊരു വിഷയമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് അതിന് സമാനമായിരിക്കുന്ന കുറെ പദങ്ങളും പദാവലികളും അർത്ഥതലങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ വിഷയത്തെ നമ്മൾ കുറെ കൂടി ആഴത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അവരെ കുറിച്ചാണ് പറഞ്ഞത് ലുലു എന്ന് പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങൾ കാണാൻ പറ്റും. അവര് നല്ല മുത്തുമണികളെ പോലെയാണ്, മാണിക്യമാണ്, പവിഴമാണെന്നൊക്കെ. ഈ പദങ്ങളൊന്നും എന്തല്ല സ്ത്രീലിംഗമെന്നോ പുല്ലിംഗമെന്നോ പറയാവുന്ന പദങ്ങളല്ല. നമ്മളിപ്പോ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ഇതൊക്കെ ആഭരണങ്ങൾക്ക് ഉപയോഗിക്കുന്നു, സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന. ഇതിനൊക്കെ നമുക്ക് ഭാഷയിലേക്ക് കൊണ്ടുവന്നിട്ട് ആണും പെണ്ണെന്നിരിക്കാൻ പറ്റും. എങ്കിലും മുത്ത് പവിഴം എന്നൊക്കെ പറഞ്ഞ പദം അത്ര തന്നെ ഉള്ളൂ. അങ്ങനെയുള്ള പദങ്ങളൊക്കെ സ്വാഭാവികമായി കോമൺ പദങ്ങളാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഭാഷയെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഇതൊക്കെ സ്ത്രീ കേന്ദ്രീകൃതമായിരിക്കുന്ന വ്യാഖ്യാനമായി പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞപ്പോ ഫീഹിന്ന ഖൈറാത്തുൽ ഹിസാൻ, അവിടെ നല്ല സുന്ദരികളായിരിക്കുന്ന ഉത്തമരായിരിക്കുന്ന തരുണികളുണ്ട് എന്ന പിന്നെയും പറഞ്ഞത്. ഹിസാനി എന്ന പദം കുറച്ചുകൂടി ഭാഷാപരമായി ചേർക്കാൻ പറ്റുകയാണെങ്കിൽ പുരുഷ ഭാഗത്തേക്കാണ് വായിക്കേണ്ടത്, സ്ത്രീ ഭാഗത്തേക്കല്ല. അപ്പൊ സുന്ദരന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എല്ലാ നന്മകളും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ മികവുകളും മേന്മകളുമുള്ള സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കുന്ന ഇണകളാണ് സ്വർഗത്തിലുണ്ടാവുക എന്ന് ഖുർആൻ പറഞ്ഞു വെച്ചതിനെ നമ്മൾ സുന്ദരികളിൽ പരിമിതപ്പെടുത്തിയപ്പോ ചോദ്യം കൊണ്ടുവരുന്നു, അവിടെ ഞങ്ങൾക്കാരുണ്ട്? ഇതവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഇതിനേക്കാൾ മനോഹരമായിരിക്കുന്ന മറ്റു ചില പ്രയോഗങ്ങൾ. അതിലൊരു പദമാണെന്ത്? ഹൂറുൻ ഐൻ എന്ന പ്രയോഗം. ഐൻ എന്ന് പറഞ്ഞാൽ വിശാലമായ കണ്ണുള്ളവർ എന്നൊക്കെ പറയാം. ഈ വിശാലമായ കണ്ണ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ധാരണ അത് ഈ സ്ത്രീകളെ കുറിച്ച് അവർക്ക് മാത്രമേ വിശാലമായ കണ്ണുള്ളൂ. അതാര് പറഞ്ഞു? മലയാളത്തിലെന്നല്ല പൊതുവിൽ എല്ലാ ഭാഷയിലും വർണ്ണിക്കുന്ന ആളുകൾ ആണുങ്ങളും വർണ്ണിക്കപ്പെടുന്നവർ സ്ത്രീകളുമായിരിക്കും. പൊതുവിൽ അങ്ങനെയാണ്, തിരിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ പുരുഷന്മാർ വർണ്ണിക്കുമ്പോ സ്ത്രീകളുടെ കണ്ണുകളെക്കുറിച്ചും അവരുടെ കാതുകളെക്കുറിച്ചൊക്കെ പറയും അല്ലേ? അതിന്റെ ഭാഗമാണ്. മുല്ലപ്പൂം പല്ലിലോ മുക്കുറ്റി കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. പഴയ കാലത്ത് അവിടെ എല്ലാം വന്നു അല്ലെ, കുറെ അവയവങ്ങൾ.
എല്ലാം പെണ്ണിനെ കുറിച്ചാണ്. ആരാ എഴുതിയത്? പുരുഷൻ എഴുതിയതാണ്. അപ്പോ ഇത് സ്വാഭാവികമാണ്. ആ അർത്ഥത്തിൽ മാത്രമേ ഇതൊക്കെ പെണ്ണിൻ്റെത് മാത്രമാണ് എന്ന ചിന്താഗതി വരുന്നുള്ളൂ. യഥാർത്ഥത്തില് ഈൻ എന്ന പദം വിശാലമായ നയനങ്ങളുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഹൂർ എന്ന പദമോ? ഹൂറിലേക്ക് വിശദീകരമായി കൊടുത്താണ് ഈൻ. ഹൂർ എന്ന പദം അത് മാത്രം എങ്ങനെ സ്ത്രീ കേന്ദ്രീകൃതമായത്? ഹൂർ എന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ? ഇഷ്തദ്ദ ബയാദു ബയാദിഹ ഔ സവാദി സവാദിഹ. കറുപ്പാണെങ്കിൽ അങ്ങേറ്റത്തെ കറുപ്പ്, വെളുപ്പാണെങ്കിൽ അങ്ങേറ്റത്തെ വെളുപ്പ്. വെളുപ്പിനും കറുപ്പിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന പദമാണ് ഹൂർ. അത് ഉള്ള ഒരാൾക്ക് നമുക്ക് എന്ത് പറയാം? അഹ്വർ എന്ന് പറയാം. അഹ്വർ അതിന്റെ ബഹുവചനമാണ്, ജംആണ് ഹൂർ. അപ്പോ നല്ല വെട്ടിത്തിളങ്ങുന്ന വെളുപ്പുള്ളവരും വെട്ടിത്തിളങ്ങുന്ന കറുപ്പുള്ളവരും. കറുപ്പിനും അഴകുണ്ടെന്നുള്ള പാട്ടല്ലേ? കറുപ്പിനഴക് വെളുപ്പിനഴക് രണ്ടിനും അഴകുണ്ട്. ആ രണ്ട് അഴകും ഓരോരുത്തരുടെ അവരുടെ മനസ്സനുസരിച്ച്, അവരുടെ ദൃഷ്ടി അനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് സൗന്ദര്യത്തിന്റെ ഏറ്റക്കുറവുകളിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റും. ഖുർആൻ പറഞ്ഞു വെച്ച പദം അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുള്ളവർ, നയനാനന്ദകരമായ ആനന്ദകരമായിരിക്കുന്ന ദൃഷ്ടിയുള്ളവർ എന്ന് മാത്രമല്ല, നല്ല തിളക്കമുള്ളവർ എന്ന അർത്ഥത്തിലെ പദം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന് നമുക്ക് സുപരിതമല്ലെങ്കിൽ പോലും അപ്സരസി പോലെയുള്ള പദങ്ങളിലേക്ക് ചേർത്ത് പറയാം. നമുക്കറിയില്ല, അത് നമ്മുടെ ഒരു ഭാവനയാണ്. യൂസുഫ് അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനായിരിക്കുന്ന കാലത്ത് ആ സ്ത്രീകൾക്കിടയിലൂടെ സുലൈഖ അവരെ ഇറക്കി വിട്ടല്ലോ. അപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മലക്കാണ്. അങ്ങനെ മലക്കാന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? യൂസുഫ് നബി മലക്കായതുകൊണ്ടോ ആ സദസ്സിലുള്ള സഹോദരിമാർ ഇതിനു മുമ്പ് മലക്കുകളെ കണ്ടതുകൊണ്ടാണോ? അല്ല, രണ്ടുമല്ല. അവർ മലക്കുകളെ കണ്ടിട്ടുമില്ല, യൂസുഫ് മലക്കുമല്ല. പിന്നെന്താ? അത് മനുഷ്യന്റെ മനസ്സിലുള്ള ധാരണയാണ്. മലക്കുകൾ എന്ന് പറയുമ്പോ അത് ഒരു പ്രത്യേകമായിരിക്കുന്ന വല്ലാത്ത സൗന്ദര്യവും അലങ്കാരവും ആനന്ദമൊക്കെ ഉള്ളതാണ്, ആവാം എന്ന പോലെയുള്ള ഒരു പദപ്രയോഗമാണ് അപ്സരസ്. യഥാർത്ഥത്തിൽ ഈ പദത്തെ അങ്ങനെയൊക്കെ ചേർത്ത് വായിക്കാൻ സാധിക്കാവുന്ന ഒരു പദം എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. പറഞ്ഞു വന്നത് എന്തൊക്കെയാണെങ്കിലും ഹൂർ എന്ന പദം നമ്മളിങ്ങനെ പാട്ടില് ഹൂറുല്ലീങ്ങളെന്നോ ഹൂറുന്നിസാനികളെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് സ്ത്രീ കേന്ദ്രീകൃതമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശരിയാണ്. യഥാർത്ഥത്തിൽ അത് സ്ത്രീയിൽ പരിമിതപ്പെട്ട് കിടക്കുന്ന വിഷയമേ അല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വലഹും ഫീഹ അസ്വാജ് മുത്തഹറ, അവർക്കവിടെ അസ്വാജുകൾ, അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകൾ എന്നർത്ഥം, അത് ബഹുവചനമായി ഉപയോഗിച്ചതുകൊണ്ട് അതിന്റെ വിശദീകരണമായി വന്നിരിക്കുന്ന മുത്തഹർ എന്ന പദം മുത്തഹറത്തായി, അതും സ്ത്രീലിംഗമായി ഉപയോഗിച്ചു. അത് ഈ സംഗതി സ്ത്രീ ആയതുകൊണ്ടല്ല, ഭാഷയിൽ അങ്ങനെയാണ്. കുല്ലു ജംഇൻ മുഅന്നസ്, എല്ലാ ബഹുവചനങ്ങളും സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കാവൂ. എന്നിട്ട് ആ അസ്വാജ് എന്നതിന്റെ വിശദീകരണങ്ങളായിട്ടാണ് ഖാസിറാത്തു തറഫും അതുപോലെ ഹൂറും അതുപോലെയുള്ള മറ്റ് പദാവലികളൊക്കെ വന്നത്. അതിനെ തിരിച്ചറിയാതെ ഈ പദങ്ങളിലെ സ്ത്രീ കേന്ദ്രീകൃതമായിരിക്കുന്ന ചില തോന്നാവുന്ന ചില സംഗതികൾ വെച്ചിട്ട് ഇതിനെ എല്ലാം സ്ത്രീ കേന്ദ്രീകൃതമാക്കി വെച്ചു. എന്നിട്ടാണ് നമ്മൾ എഴുതുന്നതും പറയുന്നതും പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും പകർത്തുന്നതും. അപ്പോ ആ ചോദ്യം ബാക്കി നിൽക്കും, ഞങ്ങൾക്കാരും. ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാവുന്ന മറ്റൊരു പദമുണ്ട്. സൂറത്തുൻ നബയിൽ ഞാൻ ഈ അടുത്ത ദിവസം പിന്നെ തൃശ്ശൂർ നടക്കുന്ന ഒരു ക്യാമ്പിൽ, ഞാനവിടെ സന്നിധനല്ല, ആ ക്യാമ്പ് ഡയറക്ടർ കുട്ടികളോട് ചോദിച്ച ചോദ്യമുണ്ട്. ചെറിയ കുട്ടികൾ, ചെറിയ ഒരു 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളാണ്. ആ ചോദ്യത്തില് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഥവാ നിങ്ങൾ ഏറ്റവും നന്നായി ആകർഷിച്ച ഒരു വാക്യം പറയാമോ? പല കുട്ടികളും പല ആയത്തുകളും പറഞ്ഞു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിങ്ങളെ അനവസരപ്പെടുത്തുന്ന, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന ഏതെങ്കിലും ആയത്തുകളുണ്ടോ? ഒരു കുട്ടി എഴുതി കൊടുത്തു, ഏതായത്തരോ എന്നുകൊണ്ടാണ് കൊടുത്തത്. മലയാള ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം, മലയാളത്തിൽ മാത്രമല്ല അറബിയിലും കൊടുത്തിരിക്കുന്ന അർത്ഥം സ്ത്രീ കേന്ദ്രീകൃതമായിരിക്കുന്ന അർത്ഥം മാത്രമാണ്. സ്ത്രീ കേന്ദ്രീകൃതമായി മാത്രം നൽകപ്പെട്ടിരിക്കുന്ന അർത്ഥം അത് ഒരു വേള മറ്റു പലതിലേക്കും ഒരു നിലക്കും ചേർത്ത് കൊടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ ഖവാഇബ് എന്ന പദത്തിന്റെ കൂടെ അൽ ജാരിയത്ത് എന്നോ അൽ മർഅത്ത് എന്നോ അൻ നിസാ എന്നോ പോലെയുള്ള വല്ല പദങ്ങളും ചേർത്തിരുന്നുവെങ്കിൽ മാത്രം ആ വിഷയത്തെ സ്ത്രീ കേന്ദ്രീകൃതമായി ഉപയോഗിക്കാമായിരുന്നു.
ഭാഷയിലും അങ്ങനെയാണ്. എന്നാൽ ഇത് കോമൺ ആയി പൊതുവായി ഉപയോഗിക്കുമ്പോൾ ഈ പദം ആണിലേക്കും പെണ്ണിലേക്കും ചേർത്ത് പറയാവുന്ന, രണ്ടിലേക്കും ചേർത്ത് പറയാവുന്ന പദമാണ് ഖവായിബ്. ഖായിബ് എന്നതിന്റെയും ഖായിബത്ത് എന്നതിന്റെയും ജം ആയിട്ടാണ് ഖവായിബ് ഉപയോഗിച്ചത്. രണ്ടിന്റെയും ജമ്മാണ്. ഖായിബ് ആണിലേക്ക് ചേർത്ത് പറയാം, ഖായിബത്ത് പെണ്ണിലേക്ക് ചേർത്ത് പറയാം. അപ്പോ രണ്ടിലേക്കും പറയാവുന്ന ഒരു പദത്തെ സ്ത്രീ കേന്ദ്രീകൃതമോ അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമോ ആവണമെങ്കിൽ അതിലേക്ക് അനുബന്ധമായി മറ്റു പദങ്ങൾ വരണം. ഇല്ല. എന്നാൽ ഇതേ പദത്തിനുണ്ടായ സംഗതിയാണെന്ത്? നമ്മളെല്ലാവരും ഉംറക്കും ഹജ്ജിനും പോകുമ്പോ നമ്മുടെ തവാഫ് നിർവഹിക്കുന്ന പരിശുദ്ധ കഅബ, ഈ കായിബ് എന്ന് വന്ന പദമാണ്. കഅബ എന്ന് പറഞ്ഞാൽ ഭാഷയില് കുല്ലു ബൈത്തിൻ മുറബ്ബ എന്ന് പറയാം. അത് ഭാഷയിലെ പദമാണ്. യഥാർത്ഥത്തിൽ കഅബ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പ്രത്യേകത അതിന്റെ മഹത്വമാണ്, അതിന്റെ ഔന്നത്യമാണ്, അതിന്റെ മഹനീയമായിരിക്കുന്ന ആ സ്ഥാനവും മാനവുമാണ്, അതിന്റെ പരിശുദ്ധിയാണ്, പവിത്രതയാണ്. ഇതൊക്കെ ചേർത്ത് പറയാവുന്ന പേരാണ് കഅബക്ക് നൽകിയത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയും പവിത്രതയും പരിപാവനതയും ഔന്നത്യവും മഹത്വവും എല്ലാം മാന്യതയും എല്ലാം ചേർത്തു പറയാവുന്ന ഒരു പദമാണ് കഅബക്ക് നൽകിയ പേര്. അതാണ് കഅബ. എങ്കിൽ കഅബയുടെ ഔന്നത്യം എന്ന് പറയുന്നത്, അതിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ കെട്ടിടത്തിന്റെ ഉയരത്തിലാണോ? ഒരിക്കലുമല്ല. എന്താ കാരണം? അതിനേക്കാൾ ഉയരമുണ്ട് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന തൊട്ട് ചുറ്റിലുമുള്ള കെട്ടിടങ്ങൾ. അതിനേക്കാൾ ഉയരമുള്ള ഒരുപാട് കെട്ടിടങ്ങൾ പിന്നെയും വന്നു. ഇപ്പൊ ക്ലോക്ക് ടവർ ഒക്കെ നമ്മൾ കാണുന്നല്ലോ, വന്നു. എങ്കിൽ കഅബയുടെ ഔന്നത്യം, അതിന്റെ മഹത്വം എന്ന് പറയുന്നത് എന്തായിരുന്നാലും എന്തല്ല, അത് അതിന്റെ ഫിസിക്കലായ അല്ലെങ്കിൽ കെട്ടിടത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. അത് അതിന്റെ മഹത്വത്തിലും മാന്യതയിലും ചേർത്ത് പറയേണ്ട വിഷയമാണ്. എങ്കിൽ ഖായിബ് എന്ന പദത്തിന് നൽകാവുന്ന അർത്ഥം മാന്യൻ, ഉന്നതൻ, ഔന്നത്യമുള്ളവൻ. അറബി ഭാഷയിലെ ആ പദത്തിന്റെ അർത്ഥം കുല്ലമാ ഇർതഫഅ വഅല അൽ മജ്ദു വശറഫു വൽ മജ്ദ്, എല്ലാ ഉയർന്നു നിൽക്കുന്ന ഔന്നത്യമുള്ള. ഏതൊക്കെ വിഷയത്തിലെ ഔന്നത്യം? മഹത്വത്തിലും മാന്യതയിലും. അതിനാണ് നമ്മള് എന്താ പറയാ, അന്തസ്സും ആഭിജാത്യവും. അന്തസ്സും ആഭിജാത്യവും ഉയർന്നു നിൽക്കുന്ന ഒരാൾക്ക് ഒറ്റപ്പദം പറഞ്ഞാൽ കുലീന എന്ന് പറയാം. ഖായിബ് എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം അതാണെന്നാണ് എന്റെ ധാരണ, എന്റെ നിരീക്ഷണം അതാണ്. കുലീനനായിരിക്കുന്നവൻ അല്ലെങ്കിൽ കുലീനതയുള്ളവൾ. ഞാനത് വെറുതെ പറഞ്ഞല്ല, ഭാഷയിൽ അതിനെ വേറെയും ചില പദങ്ങൾ ഉപയോഗിച്ചു. യുഖാലു അഅലല്ലാഹു കഅബഹു, പറയപ്പെടും അല്ലാഹു അവരുടെ ഔന്നത്യം, അവരുടെ മഹത്വം ഉയർത്തിയിരിക്കുന്നു. ഐ റഫഅ ശഅനഹും, അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ ഉയർത്തിയിരിക്കുന്നു. ദഹബ കഅബഹും ഐ ദഹബ ശറഫുഹും, അവരുടെ മഹത്വം എടുത്തു കളഞ്ഞിരിക്കുന്നു, പിന്നെ കൊണ്ടുപോയിരിക്കുന്നു. അഥവാ അവരുടെ മഹത്വം, അവിടെയും കഅബാണ് പദം ഉപയോഗിച്ചത്. അതുപോലെ തന്നെ റജുലുൻ ആലി അൽ കഅബ്, കഅബ് ഉയർന്നവൻ, ഒരു മനുഷ്യനെ കുറിച്ച് പറയും, അയാള് മഹാനാണ്, ഉന്നതനാണെന്ന് പറയാനാണ്. ഐ യൂസഫ് ബിശ്ശറഫ് വല്ലഫർ എന്ന് പറഞ്ഞിട്ട് കൃത്യമായി ഭാഷയിൽ വിഷയം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു പദത്തെ നമ്മൾ എന്ത് ചെയ്തു? സ്ത്രീകളുടെ ശരീരത്തിലെ ഒരു അവയവത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അതിന്റെ ഉയർച്ചയും വളർച്ചയും മാത്രം ചർച്ച ചെയ്തു. ഇനി ഇതിലേക്ക് ചേർത്ത് വന്ന അർത്ഥപദം എന്താ? അത്രാബൻ. തിർബ് എന്ന പദത്തിന്റെ ജമ്മാണ് അത്രാബ്. തിർബ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോമൺ പദമാണ്. തിർബിന്റെ അർത്ഥം ഒന്നുകിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ഒന്നുകിൽ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, ഒന്നുകിൽ ഇണ അല്ലെങ്കിൽ തുണ. ഇങ്ങനെ അതുപോലെ തന്നെ സമകാലീനൻ, സമകാലീന, ഈ രണ്ട് പദത്തിന് ഉപയോഗിക്കും, രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. അതിന് ജമ്മാണ് അത്രാബ്. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ പദം ഒന്നും ചേർത്ത് വായിച്ചു നോക്കാം. കുലീനരായ കൂട്ടുകാരൻ എന്നേ പദത്തിന് അർത്ഥമുള്ളൂ. പരലോകത്ത് ലഭിക്കുന്ന ഇണകൾ ഏറ്റവും കുലീനതയുള്ള, അന്തസ്സുള്ള, ആഭിജാത്യമുള്ള, സകല മഹത്വങ്ങളുമുള്ള, മാന്യതകളുള്ള, എല്ലാ വിശുദ്ധിയും പവിത്രതയുമുള്ള നല്ല കൂട്ടുകാരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചത്. അതിന് നമ്മൾ സ്ത്രീ കേന്ദ്രീകൃതമായി ചേർത്ത് വെച്ചു. ഇംഗ്ലീഷിൽ എന്റെ അറിവ് ശരിയെങ്കിൽ മുഹമ്മദ് അസദിന്റെ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഇതാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥം ആൻഡ് സ്പ്ലെൻഡിഡ് കമ്പാനിയൻസ് വെൽ മാച്ച്ഡ് എന്നാണ്. സ്പ്ലെൻഡിഡ് എന്നുള്ള പദത്തിന്റെ അർത്ഥം പറയുന്നത് പ്രകാശിക്കുന്ന, തിളങ്ങുന്ന, മഹാപ്രതാപമുള്ള, മനോഹരമായ തുടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങളാണ്. ഞാൻ സൂചിപ്പിച്ച പദാവലി ഏറെക്കുറെ പുതിയ കാലത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ നിലക്ക് മുഹമ്മദ് അസദിന്റെ ട്രാൻസ്ലേഷനിൽ കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെയുള്ള ഈ പദങ്ങളെ ഈ രൂപത്തിൽ ചേർത്ത് വായിക്കാൻ
നമ്മൾ സാധിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ, ഞാൻ ഇതൊരു കുടുംബ സംഗമമായതുകൊണ്ടായി വിഷയം പറഞ്ഞത്, ഒരു കുടുംബ സംഗമത്തിൽ സമേതം സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ തേടുന്ന ഹൂറുല്ലികളാരാണ്? അവിടെ തേടുന്ന ഇണകളാരാണ്? അവിടെ തേടുന്ന കൂട്ടുകാരാരാണ്? അതൊക്കെയും സ്ത്രീ കേന്ദ്രീകൃതമായി മാത്രം വായിക്കപ്പെട്ടാൽ സ്വാഭാവികമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഖുർആൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഉത്തരങ്ങളെ കാണാതെ പോവുകയോ അല്ലെങ്കിൽ വീണ്ടും ഈ ട്രാൻസ്ലേഷനൊക്കെ പ്രത്യേകം എന്താ, ഒരാൾ ഒരു പദത്തെ, ഒരു ആയത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ, അതിനെ പരിഭാഷപ്പെടുത്തിയാൽ, ആ പരിഭാഷയെ കുറിച്ച് കാര്യമായ വിമർശനങ്ങളോ വിയോജിപ്പുകളോ അല്ലെങ്കിൽ നിരൂപണങ്ങളോ നടന്നില്ലെങ്കിൽ അടുത്ത ആൾ അത് അതേപോലെ പകർത്തി വെക്കും. അങ്ങനെ കാലങ്ങളായി പകർത്തിപ്പോന്നിരിക്കുന്ന ചില വിവരണ ഗ്രന്ഥങ്ങളെ അപ്പടി ആശ്രയിക്കുന്നതിനപ്പുറത്ത് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ഖുർആനിനെ വായിക്കണം, നിങ്ങൾ തന്നെ വായിക്കണം. മറ്റൊരാള് വായിച്ചു വെച്ചത് വായിച്ച് അവസാനിപ്പിക്കാനല്ല, മറ്റൊരാൾ വായിച്ചു വെച്ചത് വായിക്കാമെങ്കിലും. അറബിയിലാവട്ടെ, ഇംഗ്ലീഷിലാവട്ടെ, ഉറുദുവിലാവട്ടെ, മലയാളത്തിലാവട്ടെ, മറ്റേത് ഭാഷയിലാവട്ടെ, വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്ന വിവർത്തനങ്ങളും വിവരണങ്ങളും നമ്മൾ വായിക്കണം. പക്ഷേ അവിടെ നിർത്തുകയല്ല, ഒരടിയെങ്കിലും മുന്നോട്ട് നടക്കാൻ സാധിക്കുമ്പോഴേ ആ വായന അർത്ഥവത്താവുകയുള്ളൂ. അവിടെ ഖുർആൻ എടുത്ത് പറഞ്ഞത്, അഫലാ യതദബ്ബറൂന ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഈ ഖുർആനിനെ മനസ്സ് തുറന്ന് തന്നെയല്ലേ വായിക്കുന്നത്? മനസ്സ് തുറക്കാതെയാണോ ഖുർആൻ വായിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ മനസ്സിനെ തുറന്നു വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിക്കാൻ ശ്രമിച്ചാൽ ഓരോ വായനകളും പുതിയ വായനകളായിരിക്കും, ഓരോ വായനകളും പുതിയ അനുഭവങ്ങളായിരിക്കും, ഓരോ വായനകളും പുതിയ അറിവിന്റെ സ്രോതസ്സുകൾ നമ്മെ ഇട്ടുമൂടുവാൻ മാത്രം ലഭ്യമാകുന്നതായിരിക്കും. അതിനെന്ത് വേണം? മനസ്സ് തുറന്ന് വിശുദ്ധ ഖുർആനെ സമീപിക്കാൻ സാധിക്കണം. ആ സാധ്യതയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത്, സ്വർഗത്തിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആ ഇണകൾ എന്തായിരുന്നാലും സ്ത്രീ കേന്ദ്രീകൃതമായിരിക്കുന്ന ഇണകളല്ല, മറിച്ച് അത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ചേർത്തൊരുപോലെ കാണാൻ കഴിയുന്ന ആ സിസ്റ്റമാണ് ഖുർആൻ ഉപയോഗിച്ചത്. അവിടേക്ക് തന്നെ വായിച്ചെത്തുവാൻ പുതിയ കാലത്തെങ്കിലും സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പുതിയ ചോദ്യങ്ങൾക്ക് എന്തായിരുന്നാലും പഴയ ഉത്തരങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവെങ്കിലും നമുക്ക് അനിവാര്യമായിരിക്കും എന്നാണ് സൂചിപ്പിച്ചത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് തലങ്ങൾ ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ആയത്ത് ആവശ്യത്രേ ഉള്ളൂ. ജന്നാത്തു അദിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അവിടെ നമ്മുടെ കൂടെ പ്രവേശിക്കുന്ന നമ്മുടെ നല്ലവരായ മാതാപിതാക്കളും ഇണകളും മക്കളും അവരൊക്കെ തന്നെയും ഈ പറയപ്പെട്ട എല്ലാ വിശേഷണങ്ങൾക്കും അർഹരാണ്. എന്ന് പറഞ്ഞാൽ പുനർജന്മമല്ല, പുനഃസൃഷ്ടിയാണ്. ആ പുനഃസൃഷ്ടി എന്ന് പറയുമ്പോൾ എല്ലാ മികവുകളും ഉള്ളവരാണ്, ഒരു പോരായ്മകളും ഇല്ലാത്തവർ. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരുപാട് പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്, അതുപോലെ ചാബല്യങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ബലഹീനതകളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ മനുഷ്യൻ പുതിയ സൃഷ്ടിയാണെന്ന് മാത്രമല്ല, ഒരു ബലഹീനതയും ഇല്ലാത്ത, ഒരു ദൗർബല്യവും ഇല്ലാത്ത, അങ്ങനെയുള്ള അപാകതകളോ പോരായ്മകളോ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത, അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും എല്ലാ കാലത്തും എന്നും എത്രയും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും മടുപ്പില്ലാതെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനും സാധിക്കുന്ന രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ സ്വർഗലോകത്ത് വരുന്നവരെന്ന് വിശുദ്ധ ഖുർആന്റെ വേറെയും അധ്യാപനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട് എടുക്കാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിച്ചത്. ഒരു വാദം കൂടി ചേർത്ത് പറയട്ടെ. ഞാനൊരു ചെറിയ വിഷയം പറഞ്ഞുള്ളൂ. ഇവിടെ ജലീൽ മാഷി വരുന്നത് വരെ സംസാരിക്കണം. വന്നോ? അളത്തിയോ? ഓക്കെ, എന്നാ അവസാനിപ്പിക്കാം. ഒരു കാര്യം മാത്രം നമ്മൾ സാധാരണ ഈ അമാനത്തിന്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് ഖുർആനിൽ ഒരു ആയത്ത് ഉപയോഗിക്കാറുണ്ട്. അമാനത്തിന്റെ മഹത്വം, അത് അമാനത്തിന്റെ മഹത്വമാണെന്നൊക്കെ വേറെ വിഷയം. സൂറത്തു അഹ്സാബിലെ 72 ആയത്തെന്ന് തോന്നുന്നു. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ലലൂമൻ ജഹൂല. അല്ലാഹു പറയാണ്, തീർച്ചയായും നാം ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കുമൊക്കെ അമാനത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ അവ അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്നും ആ വിസമ്മതം ഒരു ഭയത്തിന്റെ ബേജാറിന്റെ ഭാഗമായിരുന്നു എന്നും ആണ് വാക്യം പറഞ്ഞത്. വാക്കിയോ വഹമലഹൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഇന്നഹു കാന ലലൂമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്തെ അവിവേകിയും അക്രമിയുമായി മാറിയിരിക്കുന്നു എന്നാണ് മലയാള ഭാഷാന്തരം. രണ്ട് വിഷയങ്ങള് എന്തുകൊണ്ടോ ദഹിക്കുന്നില്ല. ഒന്ന്, ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും ഒക്കെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന അമാനത്തെ ഏറ്റെടുക്കുവാൻ വിസമ്മതിച്ചിരുന്നു എങ്കിൽ
ഈ പ്രപഞ്ചം, ഈ പ്രകൃതി അതിന്റെ താളക്രമത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകുമായിരുന്നില്ല. മനുഷ്യനല്ലാത്ത സകല സൃഷ്ടിജാലങ്ങൾ പടച്ച റബ്ബിന്റെ നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ, നിയന്ത്രണങ്ങളെ കൃത്യമായി പാലിച്ചുൾക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നതാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിയും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തമാണ്, വിശ്വസ്ത ദൗത്യം. ഭൂമിക്ക് നിർവഹിക്കാൻ ഒരുപാട് ദൗത്യമുണ്ട്. അതിലൊരു ദൗത്യം എന്താ? അത് 1670 കിലോമീറ്റർ വേഗതയിൽ സ്വയം കറങ്ങണം. അതേ സമയത്ത് 1,80,000 കിലോമീറ്റർ വേഗതയിൽ അത് സൂര്യനെ വലം വെക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം നിർവഹിക്കുന്നത് കൊണ്ട് നമുക്ക് 24 മണിക്കൂർ മാത്രമുള്ള രാവും പകലും അടങ്ങുന്ന ഒരു ദിവസം. അതുപോലെ തന്നെ നമുക്ക് ചൂടും പ്രകാശവും ഊർജവും ആവശ്യാനുസരണം മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന സിസ്റ്റം, ഈ രണ്ട് സിസ്റ്റവും വർക്ക് ചെയ്യുന്നത് ഭൂമിയുടെ സഞ്ചാര വേഗതയിലാണ്. എങ്കിൽ ആ സഞ്ചാര വേഗത നിശ്ചയിച്ചു കൊടുത്ത പടച്ച റബ്ബ് അത് ഭൂമിയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്, വിശ്വസ്ത ദൗത്യമാണ്. അത് ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോ 1670 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്ന ഭൂമി പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കറങ്ങുകയാണെങ്കിൽ അതിനെ കൂട്ടും കുറക്കൊക്കെ ചെയ്യാലോ. അപ്പോ 1670 എന്ത് ചെയ്യാ? ഒരു 167 ചുരുക്കുക. 167 കിലോമീറ്റർ ആയി ചുരുക്കിയാൽ ഇന്ന് നമുക്കുള്ള ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ അന്ന് നമുക്കുള്ള ദിവസം 240 മണിക്കൂറാവും. ഭൂമിയിൽ ഒരു ജീവിക്കും ജീവിക്കാൻ കഴിയില്ല. അപ്പോ പടച്ചറബ് അങ്ങനെ ഓരോന്നിനും, പർവ്വതങ്ങൾക്ക് അതിന്റെ ദൗത്യം കൊടുത്തിട്ടുണ്ട്, ഉപരിലോകങ്ങൾക്ക് അതിന്റെ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, വിശ്വസ്ത ദൗത്യം. ആ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദൗത്യം അവ ഏറ്റെടുക്കുവാനും വിസമ്മതിച്ചു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ മറ്റനേകം ആയത്തുകൾക്കും ആശയങ്ങൾക്കും വിരുദ്ധമാണ് എന്നത് പറയാതിരിക്കുന്ന നിർവാഹമല്ല. എന്നാൽ ഇനി അവിടെ ഇരിക്കട്ടെ, അവരൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ഒക്കെ വിസമ്മതിച്ചു. ഇനിയോ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനെ ഏറ്റെടുത്തു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും മറ്റു സൃഷ്ടിജാലങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചിരിക്കുന്ന ഈ മഹാദൗത്യം മനുഷ്യൻ ഏറ്റെടുത്തു എന്നാണ് പറയുന്നതെങ്കിൽ ആ മനുഷ്യനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവനെ ആദരിക്കണം, അവനെ ബഹുമാനിക്കണം, അവനെ നന്നാക്കി പറയണം. പക്ഷെ അടുത്ത വാചകം എന്താ? ഇന്നഹു കാന ലലുമൻ ജഹൂല, അവൻ പമ്പര വിഡ്ഢിയും പരമാക്രമിയുമായിരിക്കുന്നു എന്ന്. ആലോചിക്കാം, ഇത് രണ്ടും കൂടി എങ്ങനെയാലും പൊരുത്തപ്പെടാന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ വീണ്ടും ആലോചിക്കണം, ഇവിടെ എവിടെയാ പ്രശ്നം വന്നത്? എവിടെയെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? ഇതിലുള്ള എല്ലാ പദങ്ങളുടെയും അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളിൽ പരിമിതമാണോ? അതിന് വേറെ അർത്ഥങ്ങൾ ഉണ്ടോ? ഉണ്ടാകാമോ? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ഏറ്റെടുത്തു എന്ന് പറയാൻ, അല്ലെങ്കിൽ വഹിച്ചു എന്നൊക്കെ പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഹമല. ഹമല എന്ന പദത്തിന് വഹിച്ചു എന്ന അർത്ഥമുണ്ട്, ഏറ്റെടുത്തു എന്ന അർത്ഥമുണ്ട്. അതേ ഹമലയിലേക്ക് അല എന്ന് കൂടി ചേർന്നാലോ ആക്രമിച്ചു എന്നാണ് അർത്ഥം. ഹമല അല, ആക്രമിച്ചു, അപ്പൊ അർത്ഥം മാറി. ഇതൊന്നുമല്ലാതെ കേവലം ഹമല എന്ന പദത്തെ സ്വതന്ത്രമായി ഉപയോഗിച്ചാലും അതിന് കൊടുക്കാവുന്ന സൂട്ടബിൾ ആയ വിവിധ അർത്ഥങ്ങളിൽ ഒരർത്ഥം അഗ്റ എന്നാണ്. അഗ്റ എന്ന് പറഞ്ഞാൽ ഗുറൂർ, നമുക്കറിയാലോ, ഗുറൂർ അല്ലേ? വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അത് ഗറൂർ പറഞ്ഞിട്ടുണ്ട്, ഗുറൂർ പറഞ്ഞിട്ടുണ്ട്. ഗുറൂർ വഞ്ചന, ഗറൂർ എന്നാണ് വഞ്ചിക്കുന്നത്. എങ്കിൽ അഗ്റ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? വഞ്ചന കാണിച്ചു എന്നാണ്. വഞ്ചിച്ചു, വഞ്ചന കാണിച്ചു. ആ ഒരു അർത്ഥം ഇവിടെ കൊടുക്കാൻ പറ്റും, നോക്കാലോ. ഹമല, ഇന്നാ അർദനൽ അമാനത അലസ്സമാവാതി വൽ അർദ് വൽ ജിബാൽ, തീർച്ചയായും ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും അവ ഏറ്റെടുക്കേണ്ടതായിരിക്കുന്ന വിശ്വസ്ത ദൗത്യം നാം ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഫഅബൈന അയ്യഹ്മിൽനഹാ, ആ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വഞ്ചന കാണിക്കുവാൻ അവ വിസമ്മതിച്ചു. അതിൽ വഞ്ചന കാണിക്കുവാൻ അവ വിസമ്മതിച്ചു. തീർന്നില്ല, അങ്ങനെ വഞ്ചന കാണിക്കുന്നതിനെ അവർ അങ്ങേറ്റം ഭയപ്പെടുകയും ചെയ്തു. വഹമലഹൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്ത ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു. ഇന്നഹു കാന ലലുമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്തെ അവിവേകിയും അതിക്രമിയുമായി മാറിയിരിക്കുന്നു എന്ന ഖുർആന്റെ സന്ദേശം. ഇങ്ങനെയും അതിന് വായിച്ചുകൂടെ എന്ന് ആലോചിക്കാവുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചത് അവസാനിപ്പിക്കുന്നത് ജലിഭാഷത്തിനുണ്ട്, അതുവരെയാണ് സമയം. അപ്പോ അതുകൊണ്ട് ഒരു വിഷയം സംസാരിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. അതേ ഒരു 2 മിനിറ്റ് കൂടി ലേറ്റ് ആയപ്പോ ഒരു വിഷയം ഇടയ്ക്ക് കയറി വന്നതുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനെ നമ്മളായിട്ട് വായിക്കണം. ഖുർആനാണത്, വായിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്, വായിച്ചുകൊണ്ടേയിരിക്കേണ്ട ഗ്രന്ഥമാണ്, ജീവിതത്തിന്റെ പഥ്യമായി ദിനേന എന്നോണം വായിക്കേണ്ട ഗ്രന്ഥമാണ്. വായനക്ക് ഉപയോഗിക്കേണ്ടത് നാവും ചുണ്ടുകളും മാത്രമല്ല, കണ്ണുപയോഗിക്കണം, കാതുപയോഗിക്കണം, മനസ്സുപയോഗിക്കണം, ചിന്ത ഉപയോഗിക്കണം, ആലോചന ഉപയോഗിക്കണം,
ഗവേഷണാത്മകമായിരിക്കുന്ന നമ്മുടെ ത്വരകൾ ഉപയോഗിക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ വായനയും നൽകുന്ന പുതിയ അറിവുകൾ, പുതിയ പ്രഭാതങ്ങൾ, പുതിയ പ്രതീക്ഷകൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആൻ വായിച്ചെടുക്കാൻ ശ്രമിക്കാതെ പലരും നേരത്തെ വായിച്ചു വച്ചതിൽ അടയിരിക്കുകയും ആ വായനയിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ ശ്രമിക്കാതിരിക്കുകയും, എന്നിട്ട് അതാകുന്നു ദീനിന്റെ സമ്പൂർണമായ സമർപ്പണ രീതി എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോ നമ്മുടെ ആലോചനകൾ ഇനിയും ഉണർന്നു വരട്ടെ. ചിന്തിക്കുവാൻ ആഹ്വാനം ചെയ്ത, ചിന്തിച്ചേ മതിയാവുകയെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട ആ ചിന്തകളിൽ ഖുർആനുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ഇത്തിരി വൈകാരികത കൂടി ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടിരിക്കുന്ന ഒരു മഹൽ ഗ്രന്ഥത്തിന്റെ വക്താക്കൾക്ക് വിശുദ്ധ ഖുർആൻ ജീവിതത്തിലെ അങ്ങനെ ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, അനുഭൂതിയോടെ, ആലോചനയോടെ നേടിയെടുക്കുവാനും ഉൾക്കൊള്ളുവാനും രുചിക്കുവാനും ടേസ്റ്റ് നോക്കുവാനും കഴിയുന്ന ഒരു മഹൽ ഗ്രന്ഥം തന്നെയായി മാറേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമയം അനുവദിച്ചതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.